നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് കെ.പി.സി.സി ആസ്ഥാനത്ത് വൻ വരവേൽപ്പ്. പ്രവർത്തകരുടെ തിക്കിലും തിരക്കിലും സതീശൻ കെ.പി.സി.സി ഓഫീസിലേക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടി. സണ്ണി ജോസഫുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് എത്തിയപ്പോഴായിരുന്നു ഇത്രയധികം തിരക്ക് അനുഭവപ്പെട്ടത്. പ്രവർത്തകരുടെ തള്ളിക്കയറ്റത്തിൽ കെ.പി.സി.സി ആസ്ഥാനത്തെ ഹാളിന്റെ ചില്ലുവാതിൽ വരെ പൊട്ടി. എ.ഐ.സി.സിയുടെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം വി ഡി സതീശൻ ആദ്യമായി കെ.പി.സി.സി ആസ്ഥാനത്തെത്തിയത് വലിയ തിക്കും തിരക്കുമായിരുന്നു. ഇവിടെ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരുന്നു. എനിക്ക് പിന്നിലുള്ള ഈ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. ഈ ഗ്ലാസ് പൊട്ടുന്ന അത്രയും വലിയ തിക്കും തിരക്കും പ്രവർത്തകരുടെ ആവേശവുമായിരുന്നു. വലിയ തിക്കും തിരക്കുമൊക്കെ ആയിരുന്നു. വലിയ വരവേൽപ്പായിരുന്നു. ഗ്ലാസ്സൊക്കെ പൊട്ടി കെ.പി.സി.സി ആസ്ഥാനത്തെ. എന്ത് പറയുന്നു? യഥാർത്ഥത്തിലൊരു ഈ തിരഞ്ഞെടുപ്പ് തന്നെ ഒരു വലിയ ജനകീയ മുന്നേറ്റമായിരുന്നു. കേരളത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ജനമുന്നേറ്റമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് ആ ജനമുന്നേറ്റം ഉണ്ടാക്കാൻ കാരണമെന്ന് പറയുന്നത് കേരളത്തിലെ UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ടീം വർക്ക്, നിസ്സാര കാര്യങ്ങൾക്ക് പരാതി ഉണ്ടാകാതെ, നിസ്സാര കാര്യങ്ങൾ ഉടക്കാതെ, നിസ്സാര കാര്യങ്ങൾക്ക് പിണക്കമില്ലാതെ ആദ്യാവസാനം കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അത് പഞ്ചായത്ത് ഇലക്ഷനാകട്ടെ, കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനാകട്ടെ, അതിനുശേഷം വന്ന ഉപതെരഞ്ഞെടുപ്പുകളാകട്ടെ, ഇപ്പോൾ വന്ന അസംബ്ലി ഇലക്ഷനാകട്ടെ, കേരളത്തിൽ ആ ഒരു നരേഷൻ നമുക്കറിയാം. പക്ഷേ വൈകിയതുകൊണ്ടാണ് പ്രവർത്തകരുടെ ആവേശം കൂടിയത്. അല്ല വൈകിയതെന്നല്ല, ഇത് വളരെ നന്നായി. ഇത് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. വൈകിയത് നന്നായിരുന്നു. വൈകിയതല്ല, ഈ പ്രോസസ്സ്. ഇത് ഏതെങ്കിലും ഒരു നേതാവ് എഴുന്നേറ്റ് നിന്ന് മുഖ്യമന്ത്രിയെ 2 മിനിറ്റ് കൊണ്ട് പ്രഖ്യാപിച്ചു പോകുന്നതിനേക്കാൾ ഇതിന് പാർട്ടി ലീഡർഷിപ്പ് ഉണ്ടെന്നും ആ പാർട്ടി ലീഡർഷിപ്പ് ആലോചിക്കേണ്ടവരോടെല്ലാം ആലോചിക്കണമെന്നും വളരെ അവധാനതയോടുകൂടി എടുത്ത നല്ല ഒരു തീരുമാനമാണ്, ഒരു ജനകീയ തീരുമാനമാണ്. അതിൻ്റെ ആവേശമാണ് കണ്ടതല്ലേ നമ്മൾ? അതെ, അതാണ് അതിനകത്ത്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ലക്ഷക്കണക്കിന് UDF പ്രവർത്തകരുടെ ഒരു ആവേശവും വിജയവുമാണ്. ക്ലാസ് ഏതായാലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആളെ അകറ്റി നിർത്താറില്ല. അകറ്റി നിർത്താത്തത് കൊണ്ടാണ് ഈ തള്ളു കൂടുതലായിട്ട് വരുന്നത്. അകറ്റി നിർത്തുന്നത് പിണറായി വിജയൻ്റെ പാഠം ഉൾക്കൊള്ളാൻ ഏതായാലും അവരാരും തയ്യാറുമല്ല. ഏതായാലും ജനപിന്തുണ വളരെയേറെ ഉള്ള വി ഡി സതീശന് പ്രവർത്തകരെ അകറ്റി നിർത്തത്തില്ല, പ്രവർത്തകരെ ഒപ്പം നിർത്തും. അതിൻ്റെ ഇടയിൽ ഗ്ലാസ് ഒന്നൊരു വിഷയമല്ല. അതിൻ്റെ ഇടയിൽ കെ.പി.സി.സി ഉണ്ടാക്കാമല്ലോ, ഗ്ലാസ് വേറെ ഉണ്ടാക്കാം. പക്ഷേ പ്രവർത്തകരെ അകറ്റി മാറ്റി നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനുണ്ടായ അനുഭവം ഉണ്ടാവും എന്ന് മനസ്സിലാക്കുന്നവരാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ ഒപ്പം നിർത്തി അവർ മുന്നോട്ട് പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ തിക്കും തിരക്കുമാണ്, പ്രവർത്തകരുടെ ആവേശമാണ് കണ്ടതെന്നാണ് പാലോട് രവി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും പറയുന്നത്. എന്തായാലും കെ.പി.സി.സി ആസ്ഥാനത്തെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. വലിയൊരു അപകടം കൂടിയാണ് ഒഴിവായത്. കെ.പി.സി.സി ആസ്ഥാനത്ത് നിന്നും ക്യാമറാമാൻ ഷിബു ചെടിശ്ശേരിക്കൊപ്പം ചന്തു ചന്ദ്രശേഖർ, ന്യൂസ് മലയാളം.